അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ബോട്ടിൽ ടാസ്കിൽ ഏജന്റുമാരും കമ്പനിയും തമ്മിലുള്ള ഡീൽ ഉറപ്പിക്കലിന് ശേഷം ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഓഫീസേഴ്സിന്റെ മുന്നിൽ ബോട്ടിലുകൾ അതായത് ജ്യൂസ് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഒരു കാര്യം പറയട്ടെ, ഒരുപാട് ഒച്ച വയ്ക്കുക എന്നല്ലാതെ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ടാസ്കും അങ്ങനെ തന്നെയാണ്, 8 നിലയിൽ പൊട്ടി. ഡീലുറപ്പിക്കലും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ട് പിടിവലിയും മത്സരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അനീഷ് ഷാനവാസിൻ്റെ ഡീല് റിജക്റ്റ് ചെയ്തതോടുകൂടി അനീഷ് അവിടെ നോട്ടീസ് ചെയ്യപ്പെടുകയായിരുന്നു. അനീഷ് എന്ന വ്യക്തിയുടെ ഗെയിം അവിടെ ഉണരുകയായിരുന്നു. അവസാനം ഓണേഴ്സ് തങ്ങളുടെ ബോട്ടിലുമായി ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴാണ് കളി കൈവിട്ടു പോയത്. ക്വാളിറ്റി ഓഫീസർമാർക്ക് തന്നെ പരസ്പരം ഒരു ധാരണയില്ലായിരുന്നു. ക്വാളിറ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവരുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അവരതിൽ പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം അനീഷ് കൊണ്ടുവന്നത് അവിടെ വെക്കുമ്പോൾ തന്നെ ബോട്ടിലുകൾ പരസ്പരം എടുത്തു മാറ്റപ്പെടുന്നു, എടുത്തു കളയുന്നു, കുടിക്കുന്നു. ഇതൊന്നും ഗെയിമിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും അച്ചടക്കമില്ലാതെയായിരുന്നു ഏജന്റുമാരുടെ കളി. ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കാരണങ്ങൾ എന്ത് തന്നെയായാലും ഓഫീസർമാർക്ക് തുറന്നു പറയാം. പക്ഷേ തൻ്റെ ഗെയിം ജയിച്ചു കാണണം എന്നുള്ളൊരു വിൽ പവർ അനീഷിനുള്ളത് കൊണ്ട് തന്നെ അനീഷ് അവരോട് കാര്യങ്ങൾ തന്മയത്തിൽ ചോദിക്കുകയും തനിക്ക് വേണ്ടുന്ന അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പിൾ ബോട്ടിൽ വെക്കാത്തത് കൊണ്ടും തലയിൽ ക്യാപ്പ് വെക്കാത്തത് കൊണ്ടും ബോട്ടിലുകൾ ലീക്ക് ആയതുകൊണ്ടും തങ്ങൾക്ക് ഈ ഒരു ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് ജിഷിൻ പറയുന്നുണ്ട്. അനുമോൾ ആണെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിനിടയിൽ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. 2 പേർക്കും ഹൈജീൻ ഇല്ല, എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു അനുമോളുടെ ഭാഗത്തു നിന്നുള്ള സംസാരം. കമ്പനിക്കും വർക്കേഴ്സിനും നഷ്ടം വരാത്ത രീതിയിൽ തൻ്റെ ബോട്ടിലുകളിൽ ഒരെണ്ണമെങ്കിലും സെലക്ട് ചെയ്യണം എന്ന് ബെഗ് ചെയ്യുന്ന അനീഷിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോഴാണ് അനുമോള് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നിവിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്ന ബോട്ടിലുകളിൽ ഒരെണ്ണം എടുത്ത് ജ്യൂസ് ഒഴിച്ച് കളയുന്നത്. അതിൽ പ്രകോപിതനായിട്ടാവണം മറ്റു മത്സരാർത്ഥികൾ ഓടി വന്ന് അനീഷിൻ്റെ കുറച്ചേറെ ബോട്ടിലുകൾ എടുത്ത് ഒഴിച്ച് കളയുകയായിരുന്നു. ജിഷിൻ ആദ്യം മുതലേ ഒരു കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഓഫീസറിനെ പോലെ അനീഷിൻ്റെ ബോട്ടിൽ പോലും ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിവിൻ്റെ ബോട്ടിലുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ ജിഷിൻ അനീഷിൻ്റെ 4 ബോട്ടിലുകളും നിവിൻ്റെ 5 ബോട്ടിലുകളും സെലക്ട് ചെയ്തതായി പറയുമ്പോൾ അനീഷ് അത് എതിർക്കുന്നുണ്ട്. കാരണം അനീഷ് എതിർക്കുന്നതിന് കാരണം 11 ബോട്ടിലുകൾ അനീഷ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, 8 ബോട്ടിലുകൾ നിവിനും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ സംഭവിക്കും എന്ന് അനീഷിന് ന്യായമായ ചോദ്യം ചോദിക്കുമ്പോൾ ജിഷിൻ പറയുന്നത് കഴിഞ്ഞതല്ല, ഇപ്പോൾ എൻ്റെ മുന്നിൽ എത്ര ബോട്ടിലുണ്ടോ അതിൽ നിന്നാണ് സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മളുടെ അനീഷിന് ആകെ വയലൻ്റ് ആവുന്നുണ്ട്. അനീഷ് മുന്നിലുള്ള ബോട്ടിലുകളെല്ലാം എടുത്തിട്ട് കളയുന്നുണ്ട്. നിവിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവച്ച ബോട്ടിലുകളെല്ലാം എടുത്ത് പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് നശിപ്പിക്കുകയായിരുന്നു അനീഷ് ചെയ്തത്. ഒരു ടാസ്ക് കുളമാക്കി കയ്യിൽ കൊടുക്കാൻ ഓഫീസർമാർക്കും ഏജന്റുമാരായ മത്സരാർത്ഥികൾക്കും അതേപോലെ തന്നെ തുല്യ അളവിൽ ഓണേഴ്സിനും കഴിഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടാസ്കിലെ ആദ്യത്തെ വിജയി ആരാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാവുന്നു. ഈ ഒരു ഗെയിം ബിഗ് ബോസ് തന്നെ റദ്ദാക്കുകയും ചെയ്യായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം.